ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികൈ നമഃ. കാരുണ്യമെന്ന മഹാമതത്തിൻ്റെ മതസ്ഥാപകൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദപാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അറിവിൻ്റെ അമൃതവർഷിണിയായ അമ്മത്തമ്പുരാട്ടി ശ്രീ ശാരദാംബതൻ പാദകമലങ്ങളിലും സാഷ്ടാംഗം പ്രണമിക്കുന്നു. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിൻ്റെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സാറ്, ബഹുമാനപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷാജിമാം, ഈ കുടുംബത്തിൻ്റെ നറുമലരുകളായിട്ടുള്ള ബാലതാരങ്ങൾ, ഈ കുടുംബത്തിൻ്റെ നെടും തൂണുകളായിട്ടുള്ള ആത്മസഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട മേഘ ടീച്ചർ, അതേപോലെ ഈ കുടുംബത്തെ അതീവ ശ്രദ്ധയോടെ ഏറെ ഹൃദ്യതയോടെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യദർശികളായിട്ടുള്ള എൻ്റെ പ്രിയ ആത്മസഹോദരങ്ങൾ, എല്ലാവർക്കും ഈ ഉള്ളവൻ്റെ വിനീതമായ നമസ്കാരം. കന്നി 5 പുണ്യം പേറുന്ന ഈ മനോഹര സുദിനത്തിൽ കാരുണ്യമെന്ന മതസ്ഥാപകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ആ മഹനീയമായ കൃതികൾ ലോകമെമ്പാടും പരക്കേണ്ടുന്ന ആവശ്യകത ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കടൽ കടന്നു വന്ന ഇറ്റാലിയൻ ശില്പി മഹാഗുരുവിൻ്റെ മഹനീയമായ വിഗ്രഹത്തെ അല്ലെങ്കിൽ മഹനീയമായ ശില്പത്തെ നമുക്കായിട്ട് അനുഗ്രഹിച്ചു തന്നപ്പോൾ, അതേ ദേശത്ത് നിന്ന് വന്ന സെബ്രീന ലീ എന്ന ഇറ്റലിക്കാരി മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തെ പരിഭാഷപ്പെടുത്തിയപ്പോൾ 100-ലധികം ഭാഷകളിൽ മഹാഗുരുവിൻ്റെ ദൈവദശകത്തെ പരിഭാഷപ്പെടുത്തി പ്രചാരം നേടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്നും നമ്മുടെ ലോകത്തിൽ പലയിടത്തും സമാധാനം കൈവരിക്കാതെയുള്ള അന്തരീക്ഷം നിത്യേന നാം വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, മഹാഗുരുവിൻ്റെ ദീർഘദർശനം എന്ന ആ കാരുണ്യമതം ലോകമെമ്പാടും ആളിപ്പടരേണ്ടതുണ്ട്, കത്തിപ്പടരേണ്ടതുണ്ട് എന്നുള്ളത് വിളിച്ചോതുന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ട തീവ്രവാദ ആക്രമണങ്ങൾ ഒക്കെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മൊബൈൽ ഫോണുകൾ പോലെയുള്ള, പേജറുകൾ പോലെയുള്ള, വാക്കി ടോക്കികൾ പോലെയുള്ള ചെറു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മഹനീയമായ സംഭാവനകൾ ബോംബിന് സമാനമായി പൊട്ടിത്തെറിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാഗുരുവിൻ്റെ കാരുണ്യമതത്തിന് ഒരുപാട് പ്രസക്തി കൈവരിക്കേണ്ടുന്ന സാഹചര്യം ഇനിയുമുണ്ട്. അതിലേക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെ അതിലൂടെ മറ്റുള്ള ദേശത്തേക്കും സമൂഹത്തിലേക്കും ദേശത്തേക്കും വ്യക്തികളിലേക്കും ഒക്കെ ആളിപ്പടരുവാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നാം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, കന്നി 5 പുണ്യം പേറുന്ന ഈ മഹനീയ സുദിനത്തിൽ ഇന്നേക്ക് 68 നാളുകളിലായിട്ട് നാം നടത്തി വന്നിരുന്ന ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം എന്ന മഹത് കർമ്മത്തിന് ഈ ഉള്ളവൻ്റെ മനസ്സിലെ നിലവിളക്കിൽ 1000 ദീപനാളങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട്
ഈ മഹായജ്ഞാചരണത്തിന് സമാപനം കുറിക്കുകയാണ്. ഈ മഹനീയ ഉദ്യമത്തിന് അറിവെന്ന ബ്രഹ്മവിത്തിൻ്റെ ആ ജ്ഞാനസൂര്യനായ ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഹൃത്താരിൽ വിളഞ്ഞ പൊൻകിരണങ്ങളാകുന്ന ആത്മോപദേശതകമെന്ന മഹനീയ കൃതിയിലെ ജ്ഞാനവല്ലരികൾ ഭക്തി പുരസ്സരം സമർപ്പണം നടത്തിയ പ്രിയ ആത്മമിത്രങ്ങൾ ഓരോരുത്തർക്കും, കൂടാതെ ഈ കുടുംബത്തിലെ ഓരോ ആത്മമിത്രങ്ങൾക്കും പരമാത്മസ്വരൂപനായ ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദ നാമത്തിലും ശിവഗിരീശ്വരിയായ ശ്രീ ശാരദാംബതൻ നാമത്തിലും നിറഞ്ഞ പ്രാർത്ഥനകളോടെ എല്ലാ നന്മകളും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈയുള്ളവൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. ഓം അറിവിലുമേറിയറിഞ്ഞിടുന്ന പൊന്നു തമ്പുരാൻ ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദ പാദപത്മങ്ങൾ ആത്മോപദേശ ശതകമെന്ന മഹനീയ കൃതിയുടെ മംഗളം പാടുന്നതിന് മുൻപായിട്ട്, അതായത് ആത്മോപദേശ ശതകത്തിൻ്റെ 99ാമത്തെ ശ്ലോകത്തിലൂടെ ഒരു പ്രത്യേക സിദ്ധാന്തത്തെ അടിവരയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആ പ്രത്യേക സിദ്ധാന്തം എന്നത് അറിവിൻ്റെ ഏകത്വം എന്നതിനെക്കുറിച്ചാണ്. അറിവ് എന്ന ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ സത്യമായിട്ടുള്ളതിൻ്റെ ഏകത്വമായ ആ ഒരു സൗന്ദര്യത്തെ, രൂപത്തെ, ഭാവത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന പദ്യഭാഗമാണ് ആത്മോപദേശ ശതകത്തിലെ 99ാമത്തെ ശ്ലോകം എന്നത്. ആ ശ്ലോകം ഇപ്രകാരമാണ്: ഓം അറിവഹമെന്നതു രണ്ടു മേഘമാമാവരണമൊഴിഞ്ഞവനന്യനുണ്ടുവാദം അറിവിനെ വിട്ടകമന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിയാനുമാരുമില്ല. അറിവഹമെന്നതു രണ്ടു മേഘമാമാവരണമൊഴിഞ്ഞവനന്യനുണ്ടുവാദം അറിവിനെ വിട്ടകമന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങറിയാനുമാരുമില്ല. അതായത് അറിവ്, അഹം എന്നത് രണ്ടും ആവരണമൊഴിഞ്ഞവൻ ഏകമാം. അത് അന്യന് വാദമുണ്ട്. അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിവിനെ ഇങ്ങ് അറിയാനും ആരുമില്ല. അതായത് കേവലമായ അറിവ്, ഞാനെന്നുള്ള രണ്ടും ചേർന്ന മായാമറ, ആ മായാമറ മാറിയ ഒരുവന് അത് ഏകമാണ്, അത് തുല്യമാണ്, ഏകമാണ്, ഒന്നാണ്. അതായത് ആവരണം ഒഴിഞ്ഞവന് ആ കേവലമായ അറിവിൻ്റെ ഞാനെന്നുള്ള രണ്ടും ചേർന്ന മായാമറ, ആ മായാമറ എന്ന ആവരണം ഒഴിഞ്ഞവന് അറിവെന്നത് ഏകമാണ് എന്നാണ് ഗുരുതൃപാദങ്ങളെ ഈ ഒരു 99ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ബോധ്യമാക്കി തരുന്നത്. ഇക്കാര്യത്തിൽ ഒരു തർക്കമുണ്ടെന്നും പരമമായ അറിവിൽ നിന്ന് ഞാൻ വേറെയാണെന്ന് വന്നാൽ, ഒരു തർക്കമുണ്ടെന്ന് വന്നാലും ആ തർക്കം എന്നത് പരമമായ അറിവിൽ നിന്ന് ഞാൻ വേറെയാണ് എന്ന് കരുതിയാൽ ഈ അറിവിനെ ഇവിടെ അറിയാനും ആരും ഉണ്ടായിരിക്കുകയില്ല എന്ന് കൂടി വ്യക്തമാക്കി തരുന്നു. നമ്മുടെ തോന്നൽ പരമമായ അറിവ് എന്നിൽ നിന്നും വേറിട്ടതാണെന്നും അപ്രകാരം ഒരു തർക്കം തോന്നിയാൽ
ഈ അറിവിനെ ഇവിടെ അറിയാനും ആരും ഉണ്ടാകുകയില്ല എന്ന് 99-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുകയാണ്. എന്നിട്ടോ ഗുരു പിന്നീട് പറയുകയാണ്, 100-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, വ്യക്തമാക്കി തന്നിരിക്കുകയാണ്, അതുമിതുമല്ല സദർത്ഥമല്ലഹം, അതുമിതുമല്ല സദർത്ഥമല്ലഹം, അതുമിതുമല്ല സദർത്ഥമല്ലഹം, സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി, സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതുമിതുമല്ല സദർത്ഥമല്ലഹം, സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായിട്ട്, സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി, ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അതായത് ഞാൻ അതെന്നും ഇതെന്നും പറയുന്ന ഒന്നും തന്നെയല്ല, ഞാനൊരു മിഥ്യാസങ്കല്പവും അല്ലല്ലോ, അല്ല. പിന്നെയോ ഞാൻ എന്താകുന്നു? ഞാനെന്ന് പറയുമ്പോൾ സത്ത് ചിത്ത് ആനന്ദം, ആ സച്ചിദാനന്ദമാണ് ഞാൻ, സച്ചിത് ആനന്ദമാണ് ഞാൻ. അപ്രകാരം അടിയുറച്ച തെളിഞ്ഞ അനുഭൂതിയോടുകൂടി സ്ഥിതപ്രജ്ഞനായിട്ട് ഉള്ളതെന്നും ഇല്ലാത്തതെന്നും ബോധ്യപ്പെട്ട് പ്രതിപത്തികൾ ഒന്നും തന്നെ ഇല്ലാതെയായി ഈ പ്രപഞ്ചമെന്നത് പ്രണവമാണെന്ന് അറിഞ്ഞ് അതിൽ മൃദുവായി ഒന്നായിത്തീരണം, ലയിച്ചിടണം, അമർന്നിടയണം എന്ന പാദങ്ങൾ ഇവിടെ പറയുകയാണ്. അതുമിതുമല്ല സദർത്ഥമല്ലഹം, സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി, സദസദിതി പ്രതിപത്തിയറ്റ് സത് ഓം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ആത്മാ സഹോദരി സഹോദരങ്ങളെ, ആത്മോപദേശ ശതകം എന്ന ഈ മഹായജ്ഞാചരണത്തിന് സമാപനം കുറിക്കുകയാണ്. ഭഗവാന്റെ പാദകമലങ്ങളിൽ ഈ ഒരു മഹനീയ യജ്ഞം സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ശ്രീ നാരായണധർമ്മം വിജയിക്കട്ടെ എന്ന മന്ത്രധ്വനിയോടുകൂടി, ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികൈ നമഃ.